എന്തൊരു മഞ്ഞാണിപ്പോ. പുറത്തൊക്കെ ഇറങ്ങാൻ വെച്ചാൽ അതി തണുപ്പും. എല്ലാ കൊല്ലത്തിനും കൂടുതൽ ഇപ്രാവശ്യം നല്ല തണുപ്പാണ്. കുട്ടികൾക്കൊന്നും പുറത്തൊക്കെ ഇറങ്ങാൻ പാകമുണ്ടാവില്ല. എന്താ പഠിച്ചു വരിക? സെഫിയാത്തെ, നിങ്ങക്ക് ഈ വയ്യൊക്കെ അറിയോ? ഞാനെടി ഓരോരോ തിരക്കില് പെട്ടടി, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഞാൻ വിചാരിച്ചേ കല്യാണം കഴിഞ്ഞപ്പോത്തിന് ഞമ്മളൊക്കെയാണ് മറന്നേന്ന്. മറക്കേ അന്നെ? മറന്നിട്ടാണല്ലോ ഇപ്പൊ നേരെ വെളുത്തപ്പോ തന്നെ എന്റെ അടുത്തേക്ക് മണ്ടി വന്നത്. ഒന്നും പറയണ്ട മളെ, ഈ കല്യാണം കഴിഞ്ഞേ മുതൽ മനസ്സിന് ഓരോരോ പണികളാടി. ഒരു മൂലൊക്കെ ഉണ്ടാവും കുറച്ച് തിരുമ്പാന്, മറ്റേ മൂലൊക്കെ ഉണ്ടാവും കുറച്ച് പിന്നെ അടിച്ചോരാന്. എത്രങ്ങാനും ഉണ്ടായിരുന്നതോ ഈ മക്കള് ഈ പാത്രങ്ങളും കടലാസിന്റെ പ്ലേറ്റും പേപ്പറും ഒക്കെ പരത്തിയിട്ടേ അതൊക്കെ ഈ അടിച്ചോരി നേരാക്കൽ തന്നെ ഒരു പണി ഉണ്ടായിട്ടുള്ളൂ. നിങ്ങള് പറഞ്ഞത് ശരിയാട്ടോ. ഒരു കല്യാണം പേരന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇല്ലാത്ത പണികളും ഉണ്ടാവൂല. അടിക്കലും തുടക്കലും ഒക്കെ കൂടെ. ഇപ്പൊ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടും അതേ അവസ്ഥ തന്നെ ആയിരുന്നല്ലോ എനിക്ക്. ഇപ്പൊ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട്. ഞാൻ വെറുതെ ഇങ്ങോട്ട് തമാശ പറഞ്ഞതാണ്. അല്ല, എന്റെ മരോളെവിടെ? ഓളതാ ചായയും കടിയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ഔത്തേക്കാണ് പോയിക്കണ്. നിങ്ങളോടത്ത് പെണ്ണിപ്പ എന്താ പാട്? കൊഴപ്പൊന്നുമില്ലല്ലോ? മരോളെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത് മളെ. നേരത്തെ കാലത്ത് നീച്ചു വരൂല. ഒരു മുതൽ ഉണ്ടാക്കാനും കൂടി ഓൾക്ക് നിച്ചല്ല. അങ്ങനത്തെ ഒരുത്തിന് എന്റെ മകൻ കെട്ടി കൂർന്നിക്കണത്. അതൊക്കെയാണ് ശരിയായിക്കോളൂ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇവിടുത്തെ എന്റെ മരോള് എന്ത് ചെയ്യുന്ന പാട്? ഒന്നും ഉണ്ടാക്കാനൊന്നും അറിഞ്ഞില്ല. ഇപ്പൊ കുറച്ച് എല്ലേതും പഠിച്ചിങ്ങനെ വരുന്നുള്ളൂ. അതൊക്കെയാണ് ശരിയാവും. നിങ്ങൾ കുറച്ച് സ്വഭാവം മാറ്റി വെച്ചാ മതി. ഇപ്പത്തെ മക്കളെ അടുത്ത് അതൊന്നും നടക്കൂല. എന്നാലുണ്ടല്ലോ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക. ഈ കോളേജേന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് അവളെ പെരക്കാര് കല്യാണം അടുപ്പിച്ചിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കാനൊക്കെ പഠിപ്പിക്കണ്ടേ? അതൊന്നും പഠിച്ചിട്ടില്ല. നേരത്തെ കാലത്ത് നീക്കണ്ടേ? അതുമില്ല. ഈ കുട്ടിയൊക്കെ എവിടുന്ന് എന്ത് പഠിച്ചിട്ടാ വന്നിക്കണെന്ന് ആർക്കറിയാം. എന്റെ മരുമോൾ എന്താ പാട്? സ്വഭാവമൊക്കെ ഓളെന്താ? ഓളൊരു കുഴപ്പമില്ല. ഓളിപ്പോ ഒരു മാസമായി ഇപ്പൊ ഓളെ പെരേ പോയി വന്നിട്ട്. ഇനിയിപ്പോ പോവാനായി തുടങ്ങി. എല്ലാ മാസവും ഒരു 4-5 ദിവസമൊക്കെ പോയി നിൽക്കും. ഇപ്പത്തെ മക്കളല്ലേ, ആയിട്ട് എപ്പോഴും പോണം. നമ്മളാ കാലൊന്നുമല്ലല്ലോ ഇപ്പൊ. നമ്മളൊക്കെന്ന് പറഞ്ഞാല് 2-3 മാസം കൂടുമ്പോ ഒരു ദിവസം നമ്മളെ ഉമ്മാന്റെ ഇപ്പാന്റെ അടുത്തൊന്ന് വന്ന് പോവും. ഇപ്പൊ അങ്ങനെയല്ല. മാസത്തില് ഓർക്ക് 4-5 ദിവസം പോയി നിക്കണം. ഒരു 2 മാസമൊക്കെ കൂടുമ്പോ ഒരാഴ്ച ഒക്കെ പോയി നിന്നോട്ടെ. ഇവല് എന്താപ്പത് എന്നു പോലെ പെരയില് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഓൾക്ക് അവിടെ തന്നെ നിന്നാ പോരെ. എന്തിനാ പോലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യം? അതൊന്നും എന്തായാലും ഇന്റെ അടുത്ത് നടക്കൂല. എന്നാ ഞാനാണ്ട് ചെല്ലട്ടെ, കൊറേ പണിയോളുണ്ട്. ആയിക്കോട്ടെ എന്നാല്. ഞാണ്ട് വരണ്ട് പെണ്ണിനെ കാണാന്. തള്ള ആ പെണ്ണിന് ഒരു സ്വൈര്യം കൊടുക്കും തോന്നുന്നില്ല. എന്തൊക്കെയാണ് ആ പെണ്ണിന് ഇനി ഉണ്ടാവാൻ പോകുന്നത്? എല്ലാം പുല്ലും മോശം. ഇതൊക്കെ ഒന്ന് നേരാക്കണം ഇവിടൊക്കെ. പറയ് തന്നെ. എപ്പളാ വരുന്നേ? ഞാൻ വന്ന് നിന്നിട്ട് ഇപ്പൊ അധികം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. ചോദിച്ചോക്കട്ടെ സമ്മതിക്കോന്ന്. ഇവിടെ ഉമ്മ ഒറ്റക്കല്ലേ ഉള്ളു. ഉമ്മ ചിലപ്പോ സമ്മതിക്കൂലേ. ഉമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും പോരാൻ അയക്കൂല. ഞാൻ ചോദിച്ചോക്കട്ടെ. എല്ലാരും കൂടി ഉണ്ട് എന്ന് പറയുമ്പോ നിക്കാനൊരു ബോധി. കാരണം ഞാൻ എന്ന് ചെല്ലുകയാണെങ്കിലും നിങ്ങൾ ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾക്ക് ഓരോരോ തിരക്കേക്കാറ്. വേറെന്തെങ്കിലൊക്കെ പോണ്. ഇമ്മേ? ഞാൻ എന്തായാലും വിളിക്കാം ചോദിച്ചിട്ടേ. ഓല് പോയിക്കണ്. ഓല് വന്നിട്ടാണ് ഓലോട് ചോദിക്കാൻ. ആയിക്കോട്ടെ, ഞാൻ വിളിക്കട്ടെ. ഞാൻ ചോദിച്ചിട്ട്. ശരി.
ചോദിച്ചോക്കട്ടെ, സമ്മതിക്കണോ? അപ്പോഴൊക്കെ കഴിഞ്ഞ ഉമ്മ എന്താ? പിന്നെ എന്റെ ഏടത്തികളൊക്കെ വരുന്നുണ്ട് അത്ര പെരേക്ക്. അപ്പൊ ഞാനും പോട്ടെന്ന് 2 ദിവസം നിക്കാന്. പെരേക്ക് പോവേ? ഇജല്ല ഇപ്പൊ കഴിഞ്ഞ മാസം പോയി വന്നത് എല്ലാരൊപ്പം നിന്നിട്ട്. ഇപ്പൊ എന്തിനപ്പൊ പോണത്? അല്ലമ്മ, ഓലപ്പൊക്കെ ഒന്ന് നിക്കാൻ നല്ല പൂതിണ്ട്. ഓലിന്ന് വരുന്നാ പറഞ്ഞതേ. ഞാൻ എന്തായാലും പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഇവിടെ ഒക്കെ ഉണ്ടല്ലോ നിങ്ങളെ അടുത്ത്. അന്റെ ഏടത്തിയോൾക്കൊന്നേ വേറെ ഒരു പണി ഇല്ലാത്തോണ്ടാണ് ഓല് ഇങ്ങനെ വരുന്നത്. അത് വിചാരിച്ചിട്ട് ഇജൊരു കുടുംബത്തിലാ നിക്കണത്. ഓലൊക്കെ ഒറ്റക്കാ നിക്കണത്. അപ്പൊ ഓൽക്ക് എപ്പ വേണമെങ്കിലും അന്റെ പെരേക്ക് പോരും വരും ഒക്കെ ചെയ്യാം. അങ്ങനെയാണ് ഇജൊരു കുടുംബത്തിലല്ല, അനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ടാവും. എന്നാലും 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. ഇജി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഇവിടെ ഒറ്റക്കാണ്. എനിക്ക് ഇവിടെ ഒറ്റക്ക് നിക്കാനൊന്നും വെക്കൂല. ഓൻ പാതിരാത്രി ആവും വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഒറ്റക്ക് ഇവിടെ അങ്ങനെ നിക്കാനൊന്നും ശരിയാവൂല. ഇപ്പൊ തൽക്കാലം പോവണ്ട. ഇജി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇജി ഓരോരുത്തരെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ഒപ്പം തുള്ളാൻ നിക്കണ്ട. അതിനിപ്പോ എന്തായാലും ഇവിടെ നടക്കൂല. ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ മാസം 5-6 ദിവസം നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇത് പോണേനും വരുന്നേനും ഒരു കണക്കൊന്നും ഇല്ലേ? എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് കൂടുതലാണ് പോക്ക്. ഞാൻ പിന്നെ ഒന്നും മുണ്ടാതെ നിക്കണോന്നും നോക്കണ്ട. ഇമ്മ ഇഞ്ഞി പോയി വന്നാലും ഇനിയിപ്പൊ അടുത്തൊന്നും പോവൂലമ്മ ഞാന്. ഈ ഒരു പ്രാവശ്യം കൂടി. ഇനി പോവൂലെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇജ്ജ് അടുത്ത മാസം വീണ്ടും തുടങ്ങും. എന്നിട്ട് ഒരാഴ്ചയും 10 ദിവസവും ഒക്കെ ചാടെ നിന്നിട്ടേ വരുള്ളൂ. അപ്പോഴും ഞാൻ ഇവിടെ ഒറ്റക്ക് നിക്കണം. എന്നെ കൊണ്ട് ഈ പെണ്ണോളത്തെ പണികളൊന്നും ഒറ്റക്ക് എടുക്കാനൊന്നും വെച്ച. ഇപ്പൊ തൽക്കാലം പോകണ്ട. ഓല് വന്ന് പോയിക്കോട്ടെ, ഞങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം. ഒരു മാസം നടത്തി തെയ്യട്ടെ, എന്നിട്ടൊക്കെ പോയാ മതി. ഇതിപ്പോ നല്ല കഥ. എന്നപ്പോ പോയി വന്നത്? ഞാൻ പിന്നെ മുണ്ടാതെ നിക്കുന്നിടത്തോളം കുട്ടി ഈ പോക്കന്നെ ഉള്ളു. സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണ്. ഇനി ഫോനോട് അതൊക്കെ ഒന്ന് കൊണ്ടാൻ പറയണം. പാരാ അവിടെ ഫോൺ അടിക്കണം. ഹലോ. ആ പെരേക്കോ? ഞാൻ പെരേക്കൊന്നും വരുന്നില്ലടി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഉമ്മാന്റെ അടുത്ത് വന്ന് പോയത്. ഇത് വരുന്നുണ്ടാ? മുട്ടിയോ? നിങ്ങളെല്ലാരും കൂടിയുള്ള ഒത്തിട്ടുള്ള പരിപാടിയാലേ. നമ്മള് പുറത്ത്. ഞാൻ ഇപ്പൊ പെണ്ണ് ഇവിടെ ഒറ്റക്കാവൂടി. പിന്നെ ഞാൻ എങ്ങനെ ഇപ്പൊ വരിക? ഓൾ എന്നോട് ചോദിച്ചിന്ന് പോട്ടെ എന്നുള്ളത്. അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. ഇനി പോൾക്ക് എന്താ തോന്നുക? ഇന്റെ ബാക്കിയുള്ളവര് വിളിച്ചിട്ട് ഞാൻ പോവുകയാണ്, ഓളെ പറഞ്ഞേക്കണിയാന്നുള്ള തോന്നല് വരൂലേ? ഞാൻ ഇല്ലടി. ഇനിയിപ്പോ ഓളെന്തായാലും അടുത്ത മാസം ഓളെ പെരേക്ക് പോകും. അപ്പൊ ഞാൻ വരണ്ട്. അതിപ്പോ നല്ല കഥ ആയിന്ന. നിങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ ഇപ്പൊ എങ്ങനെ വരാതിരിക്കും ചെയ്യ? കൊറേ ആയല്ലോ ഞമ്മളൊക്കെ ഒന്ന് ഒന്നിച്ചു കൂടിയിട്ട്. എന്നായിക്കോട്ടെ, എന്നാ ഞാനിന്ന് വൈകുന്നേരത്തിനാണ്ട് വരാം. ചോറ് വെച്ചോന്നാ, ഞാൻ അവിടെ എത്തുമ്പോത്തിന്. എന്നാ ശരിയടി, എന്നാ ആയിക്കോട്ടെ. എന്തായാലും സമ്മതിക്കൂല പോവാന്. എന്ത് മനസ്സമ്മാൻ്റെത്. ഇനി എന്താ ചെയ്യപ്പോ?
ആ ഏടി സെമിയെ പിന്നെ ഇന്റെ ഏടത്തി മഞ്ചത്തി ഒക്കെ വരുന്നുണ്ട് അത്ര എന്റെ പെരേക്ക്. അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരത്തെ എന്തായാലും ഓല് ഇന്നോടാണ് ചെല്ലാൻ പറഞ്ഞിക്കണ്. ഇജെന്തായാലും പെരേക്ക് പോണെന്ന് പറഞ്ഞീനല്ല. അപ്പൊ ഇന്ന് ഇജ്ജ് ഇന്ന് പൊയ്ക്കന്നാല്, എന്നിട്ട് പോയിട്ട് 4 ദിവസം നിന്നിട്ട് പോരാ ഓരപ്പം നിന്നിട്ട്. ഇപ്പൊ ഉമ്മാക്ക് എന്നെ പറഞ്ഞയക്കാൻ പറ്റൂലേ? ഉമ്മാക്ക് പോണല്ലോ, അതുകൊണ്ടല്ലേ. ഇമ്മ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ലേടി പറഞ്ഞത്. നമുക്ക് ഇപ്പോഴും ഉമ്മാനെ മനസ്സിലായിട്ടില്ലേ? ഇമ്മ, ഞാൻ ഇവിടുന്ന് പോകുമ്പോഴൊന്നും നിന്റെ ഏടത്തിയോളും അഞ്ചത്തിയോളും ഒന്നും ഉണ്ടാവലില്ല. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവലുള്ളു അവിടെ. ഓൽക്ക് ഓരോരോ തിരക്കേക്കാരം, കുട്ടികൾക്ക് സ്കൂളും മദ്രസും ഒക്കെ ഉണ്ടാവും. ഈ വെക്കേഷന്റെ സമയത്തല്ലേ ഓൽക്കൊന്ന് വരാനും ഇക്കൊക്കെ ഓല കൂടെ ഒന്ന് നിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാണ് ഞാന്. ഇമ്മ ഇപ്പൊ പറഞ്ഞ പോലെ കൊറേ ആയി ഇങ്ങളെ ഏടത്തിയുടെ കൂടെ നിന്നിട്ട് പറഞ്ഞല്ലോ. ഞാനും അതേപോലെ തന്നെയാണ് ഉമ്മ. ഞാനും നിന്നിട്ട് കൊറേ ആയി. കല്യാണം കഴിഞ്ഞ അതിലത്തെ ഒപ്പം നിന്നതാണ് എല്ലാരും കൂടി. ഇപ്പൊ എല്ലാരും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പോണം തോന്നി. ഇനിയിപ്പോ എന്തായാലും ഞാൻ പോണില്ല, നിങ്ങൾ പോയിക്കോളി. എത്രോരാൾക്കാർ ഉമ്മാക്ക് എന്റെ കുറ്റൊക്കെ പറഞ്ഞു തന്നിക്കണ്. എന്നിട്ടൊന്നും ഞാൻ അത് ചെവി കൊള്ളാതെ ഞാൻ എന്നെ സ്നേഹിച്ച് നടക്കണില്ലേ? ഞാൻ എന്നോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ പോല് വിളിച്ചപ്പോ ഞാനും തന്നെ കൊറേ ആയില്ലോ ഓലൊക്കെ ഒപ്പം നിന്നിട്ട്. അപ്പൊ ഞാൻ പോവാ വിചാരിച്ച്. ഞാൻ എന്റെ കാര്യം ഞാൻ അത്രക്കാണ് ചിന്തിച്ചില്ലടി. ഇജ്ജ് എപ്പോ പോവാണെങ്കിൽ എന്റോട് എന്റെ ഇടത്തി വഞ്ചത്തി ഒക്കെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. ഇതിപ്പോ ഇജ്ജ് എന്നും പോകുമ്പോ ഒറ്റക്കാണ് എന്നുള്ളത് ഉമ്മ എപ്പോഴല്ല അറിയണത്. എന്തായാലും വേണ്ടില്ല, ഓനോട് വിളിച്ച് പറഞ്ഞാളാ. വൈകുന്നേരത്തിന് എന്തെങ്കിലും ചോറൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചോളാം, ഞാൻ എന്റെ പെരേക്ക് പോവാണ്, ഉമ്മ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞാട്ടാ. എന്നിട്ട് ഞാൻ തന്നെ എന്നെ കൊണ്ടാക്കി തരണ്ട. എന്നിട്ട് ഞാൻ ആ വണ്ടിയിൽ അങ്ങനെ പോയിക്കോളാം. ആ, എന്നാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഒരുക്കൂട്. ഇനിയിപ്പൊ ചോറ് ഒരു നായി അരിയിട്ട് കണ്ടാണ്ട് വെച്ചാളോ എനിക്ക് വൈകുന്നേരത്തിന്. അത് മതി. പിന്നെ കൂട്ടാനുണ്ടല്ലോ ഫ്രിഡ്ജില്, മീനുണ്ടല്ലോ കായം തേച്ച് വെച്ചിട്ട്, അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചാളാ. ഇനിയിപ്പോ എന്തേലും വേറെ തക്കാളി എന്തേലും കറിയൊക്കെ അല്ലെങ്കിൽ മുരിങ്ങടല കറിയൊക്കെ എന്തേലും ഒക്കെ ചെയ്യാം. നോക്കൂടിട്ടാ. ഞാൻ ഇതാണ് തിരുമ്പാളാണ്, തിരുമ്പിടട്ടെ. ആ, വെച്ചേക്കാം. ആ.